കുടുംബബന്ധം മുറിച്ച ഒരാളുടെ ദുആ സ്വീകരിക്കൂല എന്ന് മാത്രമല്ല, അയാൾ ഉള്ള മജ്ലിസ്, ആ മജ്ലിസിന് തന്നെ ദുആ ഇജാബത്തില്ല. നിങ്ങൾ ആലോചിക്കുക അതിന്റെ ഗൗരവം. ഇന്നല്ലാഹ ലാ യർഹമു ഖൗമൻ ഫീഹിം ഖാതിഉർ റഹീം. കുടുംബബന്ധം മുറിച്ച ഒരാൾ ഒരു മജ്ലിസിലുണ്ടെങ്കിൽ ആ മജ്ലിസിന് അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടൂല. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഒരു കിതാബ് ഉണ്ടല്ലോ, ഈ ഹദീസിനെ ബയാൻ ചെയ്യാൻ വേണ്ടി ഒരു കിതാബുണ്ട്. ഇമാം ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ അസ്നൽ മത്വാലിബ് ഫീ സിലത്തിൽ അർഹാമി വൽ അഖാരിബ്, ആ കിതാബിൽ കാണാം കുടുംബബന്ധം മുറിച്ചവന്റെ ദുആ സ്വീകരിക്കൂല എന്നാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എന്നിട്ട് ഈ ഹദീസ് ബയാൻ ചെയ്തിട്ട് മഹാൻ പറയാം, കുടുംബബന്ധം മുറിച്ച ആൾ ഉള്ള മജ്ലിസിന്റെ ദുആ എന്നെ സ്വീകരിക്കൂലെങ്കിൽ പിന്നെ അയാളുടെ കടുപ്പം എന്തായിരിക്കും, അയാളുടെ ബർക്കത്ത് കമ്മി എത്രയായിരിക്കും. അപ്പൊ കുടുംബം എന്ന് പറഞ്ഞാൽ എത്ര അകന്ന കുടുംബമായാലും അടുത്ത കുടുംബമായാലും നമുക്ക് നല്ല ബന്ധം ഉണ്ടാവണം, തെറ്റി നിൽക്കാൻ പാടില്ല. ജ്യേഷ്ഠന്മാര് അനുജന്മാരോട് കാണിക്കേണ്ട പരിഗണന മഹാനവറുകൾ ആ കിതാബിൽ കാണാം, പറയുന്ന കാണാം. ഉപ്പ മക്കളോട് കാണിക്കുന്ന സ്നേഹം കാണിക്കണം ജ്യേഷ്ഠന്മാര് അഞ്ചനും. പുതിയ കട തുടങ്ങുന്നത് വിചാരിച്ചിട്ട് ഞാൻ സഹായിക്കണമെന്നുണ്ടാകുന്നു.